ഇന്നൊരു കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കാം. വെറുമൊരു കാൻഡിൽ ഹോൾഡർ അല്ല കേട്ടോ, കുറച്ച് വലിയതാണ്. മീഷോ നിന്ന് വാങ്ങിയിട്ടുള്ള ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുന്നത്. തുടക്കത്തിലേ പാളിപ്പോയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചെയ്തു വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അങ്ങ് ചെയ്തു വരുന്നുണ്ട് കേട്ടോ. ക്ലേ എപ്പോഴും വെറ്റായിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് വേഗം ഡ്രൈ ആയിട്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുണ്ടാക്കിയെടുക്കാനാണ് കുറച്ച് പണി ഉണ്ടായത്. സംഭവം ഉരുട്ടി ഉരുട്ടി ഒരു വിധമായി. ഇതുപോലൊന്ന് റോൾ ചെയ്ത് വെച്ച് കൊടുക്കുക. അവസാനം ജോയിൻ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഇതേ ക്ലേ തന്നെ ഒന്നും കൂടി അവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത ലെയർ വയ്ക്കുന്ന സമയത്ത് താഴത്തെ ഭാഗത്ത് ഒരു ക്രാക്ക് പോലെ ഉണ്ടാക്കിയിട്ട് വേണം മേലത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ. വേഗം ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയിലൊന്ന് വെള്ളം തൊട്ട് വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് എല്ലാം വെച്ച ശേഷമാണ് മനസ്സിലായത് ഇതൊരു വലിയ കാൻഡിൽ ഹോൾഡറാണ്. ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ മാത്രമുള്ള കാൻഡിൽസ് നമ്മുടെ കയ്യിലില്ല, അത്രയും ഉരുകിയെടുക്കാനുള്ളതുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പെൻ പ്ലോട്ട് ആക്കാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ LED ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇറക്കി വെച്ചാലും മതി. പിന്നെ ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ചുറ്റും ഒന്ന് വിളിച്ച് വരാൻ ചാൻസ്, ആ ഭാഗത്ത് ക്ലേ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് വാൾപുട്ടിയാണ് കേട്ടോ. ഇത് ആവശ്യമില്ല, എൻ്റെ കയ്യിൽ ഇത്രയും വൈറ്റ് കളർ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാൾപുട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബേസ് കോട്ട് അടിക്കാമെന്ന് വിചാരിച്ചത്. എപ്പോഴും ഒരു ബേസ് കോട്ട് ആദ്യം കൊടുക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് വേറെ കളർ കൊടുക്കാം. പേസ്റ്റൽ കളർ പുറമേ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റിൽ റെഡ് മിക്സ് ചെയ്തത്. പക്ഷേ റെഡ് എടുത്തത് കുറച്ച് അധികമായി പോയി, അതുകൊണ്ടത് പേസ്റ്റൽ കളറൊന്നും ആയില്ല. റെഡ് ചെറുതായിട്ടൊന്ന് ഡിമ്മായൊരു കളറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ടോട്ടലായിട്ടൊന്ന് അടിച്ചു കൊടുക്കും. ഈ ക്ലേ കൊണ്ടുള്ള പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടേബിളൊന്ന് ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ടേബിൾ മൊത്തം ചളിയായി കൈ കിട്ടും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് അധിക ടൈം വേണം. ഒന്ന് ഡ്രൈ ആയി വരാനും മൊത്തത്തിലൊന്ന് സെറ്റാവാൻ ഒരു ദിവസം എന്തായാലും വേണം കേട്ടോ. കാൻഡിൽ ഹോൾഡറിന് പകരം തൽക്കാലം പെൻ ഹോൾഡർ ഇരുന്നോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട.